അക്കൗണ്ടിംഗ് ആൻഡ് ജി എസ് ടി ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഒരു ജി എസ് ടി ലേണിങ്ങിനെ കുറിച്ചും അതേപോലെ അക്കൗണ്ടിംഗ് ലേണിങ്ങിനെ കുറിച്ചുള്ള ഒരു ചാനലാണ്. കൂടാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിംഗ് ടിപ്സ്, അതേപോലെ ജി എസ് ടി എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് വിവരങ്ങളും അതേപോലെ ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമസ്കാരം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് GSR-9 എങ്ങനെ നമുക്ക് ഫയൽ ഓൺലൈനായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. GSR-9 എന്ന് വെച്ചാൽ നമ്മൾ ആനുവൽ റിട്ടേൺ ആണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ടേൺ ഓവർ നമ്മൾ വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മളത് കറക്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയാണ് ആനുവൽ റിട്ടേൺ. GSR-9 മെയിൻലി അത് നമ്മളെ ഒരു അതായത് സെയിൽസുമായി ബന്ധപ്പെട്ടാണ് കാര്യമായിട്ട്. അതിൽ നമ്മളെ സെയിൽസ് വാല്യൂ, അതേപോലെ ഔട്ട്പുട്ട് ടാക്സ്, പിന്നെ കൂടാതെ പർച്ചേസിന് മേലുള്ള ഇൻപുട്ട് ടാക്സ് ആണ്. അത് പർച്ചേസ് വാല്യൂ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളെ സെയിൽസ് വാല്യൂ അതേപോലെ സെയിൽസിൻ്റെ ഔട്ട്പുട്ട് ഈ കാര്യങ്ങളാണ് അതിൽ കൺസിഡർ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആനുവൽ റിട്ടേൺ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ അതിനും ലേറ്റ് ഫീ കാര്യങ്ങളൊക്കെ GST വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ആനുവൽ റിട്ടേൺ ആരൊക്കെ ഫയൽ ചെയ്യണം, അത് ഫയൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് 2 കോടിയുടെ മേലുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഇത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. GSR-9 എന്ന് പറയും. അതായത് GSR-9 ഉണ്ട്, 9C ഉണ്ട്. അതായത് 2 കോടി, അതായത് ആ ഒരു 5 കോടിയുടെ മേലുള്ള ആൾക്കാർക്ക് 9C, അതായത് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ഫയൽ ചെയ്യണം. അതാണ് ആനുവൽ 9ഉം GSR-9ഉം GSR-9Cയും. GSR-9 എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ 2 കോടിയുടെ മേലുള്ള ആൾക്കാർ നിർബന്ധമായി ചെയ്യണം. 5 കോടിയുടെ മേലെയുള്ള ആൾക്കാർക്ക് 9Cയും കൂടി ചെയ്യണം. അപ്പോൾ GSR-9ഉം 9Cയും ചെയ്യേണ്ടത് ഈ 5 കോടിയുള്ള മേലുള്ള ആൾക്കാർക്ക് രണ്ടും ചെയ്യണം. GSR-9ഉം ചെയ്യണം, GSR-9Cയും ചെയ്യണം. കൂടാതെ തന്നെ 2 കോടിയുടെ താഴെയില്ലാത്ത ആൾക്കാർക്ക് നിർബന്ധമില്ലെങ്കിലും നമ്മൾ ചെയ്ത് വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയി വന്ന കാര്യങ്ങളിൽ കുറേ എറേഴ്സ് വരും. കാരണം ഈ GSR-2 വന്ന ഇൻപുട്ട് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മിസ്മാച്ചൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കറക്ഷൻ കാര്യങ്ങളും അത് അമെൻഡ് ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആനുവൽ റിട്ടേൺ നിർബന്ധമായിട്ട് ഫയൽ ചെയ്യണം. അതായിരിക്കും ബെറ്റർ. അപ്പോൾ 2 കോടി ടേൺ ഓവറിൻ്റെ ബേസ് നിങ്ങൾ നോക്കണ്ട, എന്തായാലും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. അത് എൻ്റെ ഒരു സജഷനാണ്. അപ്പോൾ നമുക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട രീതി എങ്ങനെ, അതെങ്ങനെ ആ സൈറ്റിലേക്ക് എങ്ങനെ വരിക, അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് മെയിൻലി 2 കോടിയുടെ മേലുള്ള ആൾക്കാർ നിർബന്ധം ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ താഴെ ഉള്ള ആൾക്കാർക്ക് നിർബന്ധമല്ല, എന്നാലും ഞാൻ പറയാണ് നന്നായി ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതായത് ആനുവൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഈ കറക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പിന്നെ കൂടാതെ തന്നെ നമുക്ക് നമുക്ക് ആനുവൽ റിട്ടേണിൻ്റെ ആ സൈറ്റിലേക്ക് പോവാം. 2 കോടി 5 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ടേൺ ഓവറാണ്. ആനുവൽ ടേൺ ഓവറിൻ്റെ ബേസിലാണ് നമ്മളെ ആനുവൽ റിട്ടേണിൻ്റെ ഫയൽ ചെയ്യേണ്ട സ്ലാബ് നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് പോകാം. നമുക്ക് 2 രീതിയിൽ പോകാം. നമുക്ക് ഇവിടെ ഈ സർവീസിൽ പോയിട്ട് നമുക്ക് റിട്ടേണിൽ പോയിട്ട് ആനുവൽ റിട്ടേൺ സൈറ്റ് പോകാം. അതേപോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആനുവൽ റിട്ടേണിൻ്റെ ഒരു ഡാഷ്ബോർഡ് കാണാം. പിന്നെ നമ്മൾ ഡാഷ്ബോർഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ ടാബ് കാണില്ല. അപ്പോൾ നമുക്ക് ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, സർവീസിൽ പോയിട്ട് നമുക്ക് നേരെ റിട്ടേണിൽ പോയിട്ട് ആനുവൽ റിട്ടേണിൽ പോവാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടാബിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പീരീഡ് സെലക്ട് ചെയ്യാം. നമുക്ക് 18-19 ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ പീരീഡ് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ GSR-3B, അതായത് ഇവിടെ നമുക്ക് ആനുവൽ റിട്ടേണിൻ്റെ GSR-9ഉം 9C ഉണ്ട്. അതായത് ഈ 9 എന്ന് പറഞ്ഞത് 2 കോടിയുടെ മേലുള്ള കാര്യം, അതേപോലെ 9C 5 കോടിയുടെ മേലുള്ള, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നീട്ടി വലിച്ച് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത കേസിലേക്ക് പോവാം. നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാം. നമുക്ക് JSON ഫയലൊക്കെ വെച്ച് നമ്മൾ GSTR-1ഉം 3B ഒക്കെ ചെയ്ത പോലെ നമുക്ക് ആ എക്സൽ ഫയലിൽ നമുക്ക് ഡാറ്റ ഒക്കെ അടിച്ചു കൊടുത്ത് HSM കൂടെ കൊടുത്തിട്ട് നമുക്ക് ഓഫ്ലൈനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓൺലൈനിൽ വന്നിട്ട് നമുക്ക് കറക്ഷൻ ചെയ്താൽ മതി. അതിൽ തെറ്റുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് ചെറിയ ടേൺ ഓവറുള്ള കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓൺലൈനിൽ തന്നെ പോവാണ്. അപ്പോൾ ഓൺലൈനിൽ വന്നതിന് ശേഷം
അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദിച്ചാൽ ഡു യു വാണ്ട് ടു ഫയൽ എ നിൽ റിട്ടേൺ ആണ്. നിങ്ങൾക്ക് നിൽ റിട്ടേൺ ആയിട്ട് ഫയൽ ചെയ്യണമാണ്. അപ്പോൾ നമുക്ക് നിൽ റിട്ടേൺ അല്ല, കാരണം നമുക്ക് ടേൺ ഓവർ ഉണ്ട്. നമുക്ക് ചെറിയൊരു ടേൺ ഓവർ ഉള്ളത് കാരണം നമുക്ക് നിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നോ കൊടുത്തു നെക്സ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടാബിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഡൗൺലോഡ് GSTR 1 അതേപോലെ GSTR 3B ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ. ഇത് ഇതിവിടെ നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഒരുവിധ കാര്യങ്ങളൊക്കെ അതിൽ ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്നിട്ട് നമ്മളതിൽ കറക്ഷൻ മാത്രം വരുത്തിയാൽ മതി. ഫസ്റ്റത്തെ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് അഡ്വാൻസ് ആൻഡ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ഓൺ വിച്ച് ഈസ് ടാക്സ് പേയബിൾ. അത് നമ്മൾ ടാക്സ് അടക്കേണ്ട കേസിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ടേബിളിൽ വരുന്നത്. അതായത് നമ്മുടെ ടേൺ ഓവർ, അതായത് നമ്മുടെ സെയിൽസുമായി ബന്ധപ്പെട്ടത്, അതേപോലെ റിവേഴ്സ് ടാക്സ് അടച്ചിട്ടുണ്ടാവും നമ്മൾ ചില കേസിൽ. ഉദാഹരണം നമ്മൾ ലോക്കൽ ഫ്ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അതിന്മേ റിവേഴ്സ് ടാക്സ് ഒക്കെ വരുന്ന കേസിൽ, ആ കേസിലൊക്കെ നമുക്ക് ടാക്സ് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ സപ്ലൈ ഞാൻ പറയാം. ഫസ്റ്റ് കേസാണ് ഇവിടെ നമുക്ക് ഈ കമ്പനിയിൽ നമുക്ക് ആകെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർക്ക് സെയിൽ ചെയ്ത, അതായത് അൺരജിസ്റ്റേർഡ് ഡീലറിന് സെയിൽ ചെയ്ത, അതായത് GST ഇല്ലാത്ത ആളുകൾക്ക് ചെയ്ത ടേൺ ഓവറാണ്. അത് 43,771.7. അതിൻ്റെ ടാക്സും ആ എമൗണ്ട് അതിൻ്റെ ടാക്സും കാര്യങ്ങളാണ് ഈ കോളത്തിൽ. അത് ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്നത്, ഞാൻ അടിച്ചു കൊടുത്തതല്ല. അപ്പോൾ ആ ടേൺ ഓവർ തന്നെയാണ് നമ്മൾ ആക്ച്വലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു കറക്റ്റാണ്. അതുകൊണ്ട് ഇനി ഇതിൽ തിരുത്താനൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി വന്നിട്ടുണ്ട്. കാരണം ചില ആൾക്കാരൊക്കെ നിൽ റേറ്റഡ് ഒക്കെ ഇതിൽ കൂടി വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ GST 3Bയിൽ നിൽ റേറ്റഡ് ഉള്ള ഗുഡ്സൊക്കെ ഇതിലൊക്കെ കൺസോൾട്ടേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫയൽ ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇവിടെ നമ്മൾ B2C കസ്റ്റമർ, അതായത് ഈ കസ്റ്റമറിന് നമ്മൾ ടാക്സിബിൾ ആയ കസ്റ്റമറിന് അതായത് കൺസ്യൂമറിന് കൊടുത്ത എത്രയാണോ ടാക്സബിൾ വാല്യൂ അത് ഇവിടെ അടിച്ചു കൊടുക്കുക, അതിൻ്റെ ടാക്സും കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ B2B, അതായത് നമ്മൾ രജിസ്റ്റേർഡ് ഡീലർക്ക് എത്രയാണോ സെയിൽ ചെയ്തത് അതിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ നമുക്ക് ആകെ ലോക്കൽ സെയിൽ മാത്രം, അപ്പോൾ B2C മാത്രമേ ഉള്ളൂ. നമുക്ക് B2B ബില്ല് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കോളം സ്കിപ്പ് ചെയ്യാണ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് അതായത് രജിസ്റ്റേർഡ് ഡീലർക്ക് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക, വാല്യൂ ടാക്സബിൾ വാല്യൂ കൊടുക്കുക. അതേപോലെ ഇനി കേരളത്തിന് പുറത്ത് ഉണ്ടെങ്കിൽ ആ GST കൊടുക്കുക. പിന്നെ അതേപോലെ കേരളത്തിനകത്തുണ്ടെങ്കിൽ അത് എത്ര വെച്ചാൽ അത് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ സീറോ റേറ്റഡ് സപ്ലൈ എക്സ്പോർട്ട് ഓൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് സപ്ലൈസ് ടു സീസ്, അതായത് ഏതെങ്കിലും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് വന്ന കേസാണ്. അത് ഇൻറ്റഗ്രേറ്റഡ് ടാക്സ് എന്തെങ്കിലും നമ്മൾ എക്സ്പോർട്ട് കേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു കോളാണത്. അതേപോലെ സപ്ലൈ ടു സീസ് ഓൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അതായത് സീസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റിന് അഗെയിൻസ്റ്റ് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പേയ്മെൻറ്റ് ഏതെങ്കിലും റിവേഴ്സ് ടാക്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിലാണ്. പിന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ ആ എക്സ്പോർട്ടിൻ്റെ വാല്യൂ എത്രയാണെങ്കിൽ അതിൻ്റെ ടാക്സും കൊടുക്കുക. പിന്നെ അഡ്വാൻസ് കൊടുത്തതിൻ്റെ ടാക്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ കാര്യമുണ്ട്. പിന്നെ ഇവിടെ ഇൻവേർഡ് സപ്ലൈസ്, അതായത് നമ്മൾ ലോക്കൽ ഫ്ലൈറ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടാക്സ് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റിവേഴ്സ് ടാക്സ് അടച്ചിട്ട് അടുത്ത മാസം ക്ലെയിം ചെയ്യാറുണ്ട്. അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് എൻ്റർ ചെയ്യണം. അതായത് റിവേഴ്സ് ടാക്സ് കേസൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യണം. റിവേഴ്സ് ടാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഫ്ലൈറ്റ് GTA ആ കേസൊക്കെ വരുന്ന ആ കേസിലൊക്കെ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ കൂടാതെ അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഓട്ടോ സമ്മായിട്ട് വരും. നമ്മൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ B2B B2C അതേപോലെ റിവേഴ്സ് ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടോട്ടലായിട്ട് ഈ കോളങ്ങൾ, അതായത് ഈ എല്ലാ കോളങ്ങളും കൂട്ടിയിട്ട് ഇവിടെ ടോട്ടലായിട്ട് വരും. പിന്നെ കൂടാതെ ക്രെഡിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ, അതായത് ആ ക്രെഡിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ അതിന് ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം, അതിൻ്റെ ടാക്സബിൾ വാല്യൂ എത്രയല്ലേ. പിന്നെ 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 ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഈ കോളം, അതായത് സെപ്പറേറ്റ് രജിസ്റ്റേർഡ് B2B നമ്മൾ ആ രജിസ്റ്റേർഡ് ഡീലർക്ക് ആ കേസിലൊക്കെ ഡെബിറ്റ് നോട്ട് എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇത് എല്ലാതും ഇതിൽ മെയിനായിട്ട് വരുന്ന B2C B2B ബില്ലുകളും, അതേപോലെ ഇമ്പോർട്ട് ഉണ്ടെങ്കിൽ ഇമ്പോർട്ട് അല്ല എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ എക്സ്പോർട്ടിൻ്റെ വാല്യൂ, അതേപോലെ ടാക്സ് കൊടുക്കുക. ആ കാര്യങ്ങൾ മെയിനായിട്ട് ഇതിൽ ഈ കോളത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ B2C ബില്ല് മാത്രമേ ഉള്ളൂ, അതായത് B2C ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് കാണിച്ചു, അതിൻ്റെ ടാക്സും കാണിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോളം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഏതാണോ പർപ്പസ് ബിസിനസ്, ഇപ്പോൾ എക്സ്പോർട്ട് ആണെങ്കിൽ എക്സ്പോർട്ടിൻ്റെ കോളത്തിൽ ഇവിടെ കൊടുക്കുക, അവിടെ വാല്യൂ ടാക്സ് കൊടുക്കുക. അപ്പോൾ ഇനി രണ്ടും കൂടി ഉണ്ടെങ്കിൽ എല്ലാം കൂടി അതേപോലെ കറക്റ്റായി കൊടുക്കുക കാര്യങ്ങൾ.
അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടാബിലേക്ക് പോവാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബാക്ക് GSR9 പോവുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത കോളത്തിലേക്ക് വരണം. ഈ കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ GSTR അതിൽ നിൽ റിട്ടേൺ ആണ്. അതായത് നിൽ റിട്ടേൺ അല്ല, നിൽ ടാക്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ്, അതായത് നിൽ റേറ്റഡ്, 0 റേറ്റഡ് ആയ ഗുഡ്സ് എന്തെങ്കിലും നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ഇവിടെ നമ്മൾ നിൽ. ഇപ്പോൾ എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ കൊടുക്കണം. അതേപോലെ 0 റേറ്റഡ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഇല്ലാത്ത ഏതെങ്കിലും പേയ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കണം. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് സപ്ലൈ, അതിന് ടാക്സ് ഇല്ലാത്ത ഏത് ഗുഡ്സ് ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ഇതിവിടെ കൊടുക്കണം. എക്സംപ്റ്റഡ് ഗുഡ്സ്, അതേപോലെ 0 റേറ്റഡ് ഗുഡ്സ്, നിൽ റേറ്റഡ് ഗുഡ്സ്, ഇതൊക്കെ ഈ കോളത്തിൽ കൊടുക്കുക നിങ്ങൾക്ക്. ഇപ്പം നിൽ റേറ്റഡ് ആണെങ്കിൽ ഇത് കൊടുക്കുക. എക്സംപ്റ്റഡ് ആണെങ്കിൽ ചില ഗുഡ്സൊക്കെ എക്സംപ്റ്റഡ് ആവും ഏത് GSTയിൽ. അപ്പോൾ ആ ഗുഡ്സ് ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്തായാലും കറക്റ്റായിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആ ടേൺ ഓവർ അവിടെ കാണിച്ചുകൊണ്ട് ഇവിടെ ക്യാരി ഫോർവേഡ് ഇത് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സേവ് കൊടുത്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടേൺ ഓവർ, നമ്മളെ ഇതിൽ നമ്മളെ GSTR ആനുവൽ റിട്ടേൺ നോക്കേണ്ട കേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കമ്പയർ ചെയ്തിട്ട് നമ്മളെ ആനുവൽ, അതായത് നമ്മൾ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ 3Bയിലൊക്കെ നമ്മൾ തെറ്റായിട്ട് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഒമീഷനൊക്കെ ഏത് 3Bയിൽ വരാം. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്ത് ആ ഒരു ടേൺ ഓവർ ആണ്, ആ ടേൺ ഓവറാണ് നമ്മൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതാണ് ഈ ആനുവൽ റിട്ടേണിൽ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ 3Bയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ട് കണക്കാക്കണം ഈ ആനുവൽ റിട്ടേൺ. നമ്മളെ ഇൻപുട്ട് എടുത്തതും അതേപോലെ ഔട്ട്പുട്ട് എടുത്തതൊക്കെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആനുവൽ റിട്ടേണും അല്ല നമ്മൾ ആനുവൽ ഓഡിറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് പോവാം. അടുത്തത് നമ്മൾ ITC അവൈൽ ഡ്യൂറിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ. ഡീറ്റെയിൽസ് ഓഫ് ITC ഡ്യൂറിങ്, അതായത് ഈ കേസിൽ നമ്മൾ ഇതിൽ ഞാൻ ഇവിടെ അടിച്ചു കൊടുത്താണ്, ഇൻപുട്ട് അടിച്ചു കൊടുത്താണ് കേട്ടോ. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നതാണ്. അതായത് നമ്മൾ 3Bയിൽ അതായത് നമ്മൾ ഈ പീരീഡ് 1/4/2018 to 31/3/2019 വരെയുള്ള പീരീഡിൽ നമ്മൾ 3Bയിൽ ഏത് ഇൻപുട്ട് എടുത്ത കാര്യങ്ങളാണ്. അത് 3Bയിൽ നമ്മൾ ഇൻപുട്ട് എടുത്തത് GSTR 2A പ്രകാരമായിട്ട് നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുണ്ടാവുക. ആ 3Bയിൽ എടുത്ത ഇൻപുട്ടാണ്. ഈ ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇത് ഞാൻ എൻട്രി ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻട്രി ചെയ്ത് കൊടുത്താണ്, ഞാൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് എൻട്രി എടുത്ത് കൊടുത്താണ്. അപ്പോൾ ഇത് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ഇൻപുട്ട് എന്താണോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിങ്ങളെ ഇൻപുട്ട് എന്താണോ എന്നുള്ളത്. നിങ്ങൾ 3B നോക്കണ്ട, നിങ്ങളെ ആക്ച്വലി എന്താണെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ഇവിടെ കൊടുക്കണം. കാരണം നിങ്ങൾ ഓവറായിട്ട് എടുത്തുണ്ടോ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് എടുത്തുണ്ടോ എന്നുള്ളത് പിന്നെ അടുത്ത ടേബിളിൽ വരും. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കറക്റ്റായിട്ട് അതായത് കറക്റ്റായിട്ട് 3Bയിലും ഞങ്ങളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും കറക്റ്റാണ് ഈ പേയ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്തതും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് കൊടുക്കുക. ഇതിൽ നമ്മുടെ ഇൻപുട്ട് എടുത്ത കാര്യങ്ങളാണ്. അതായത് ഇൻവേർട്ട് സപ്ലൈസ് അതർ ദാൻ റിവേഴ്സ് ചാർജ് ഒഴിച്ചുള്ള ബാക്കിയുള്ള ഇൻപുട്ടുകൾ ഇവിടെ എടുക്കാം നമുക്ക്. പിന്നെ ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ് ഫോർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, അത് റിവേഴ്സ് ചാർജ്, അതായത് അൺരജിസ്റ്റേർഡ് പേഴ്സണിൽ നമുക്ക് എന്തെങ്കിലും റിവേഴ്സ് ചാർജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ റിവേഴ്സ് ചാർജ് അടച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ക്ലെയിം ചെയ്യുന്ന ആ റിവേഴ്സ് ചാർജാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ ഇൻവേർട്ട് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ ലാബിലിറ്റി റിവേഴ്സ് ചാർജ് അതർ ദാൻ FB ആൻഡ് അബോവ്. അതായത് നമ്മൾ ഇപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ കയ്യിൽ, അത് അൺരജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ കേസിൽ നമ്മൾ റിവേഴ്സ് ടാക്സ് ഒക്കെ അടച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. അതേപോലെ രജിസ്റ്റേർഡ് പേഴ്സണിൻ്റെ മേലിൽ എന്തെങ്കിലും റിവേഴ്സ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. ആ സെപ്പറേറ്റ് കോളങ്ങളാണ് പറയുന്നത്. പിന്നെ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, GSTR 2A വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ഓഫ് കൺട്രിയുടെ ആണ് നമ്മുടെ ഡീലർ. അപ്പോൾ ഔട്ട് ഓഫ് കൺട്രി ഫയൽ ചെയ്തത് കൊണ്ട് ഇവിടെ വരില്ലല്ലോ, കാരണം GST ഇല്ലാത്ത രാജ്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് GST ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഇന്ത്യത്തെ കാര്യങ്ങളല്ലേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇൻപുട്ട് അവിടെ നമ്മൾ ബിൽ ഓഫ് എൻട്രി പ്രകാരം കറക്റ്റ് ആ ഇൻപുട്ട് കൊടുക്കണം. ഈ GST, അതായത് നമ്മളെ ബിൽ ഓഫ് എൻട്രിയിൽ ഉണ്ടാവും നമ്മളെ ഇൻപുട്ട് എത്രയാണെന്നുള്ളത്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇൻപുട്ട് ആ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കാര്യങ്ങൾ അടിച്ചു കൊടുക്കുക. പിന്നെ ഇമ്പോർട്ട് ഓഫ് സർവീസ് എക്സ്ക്ലൂഡ് ഇൻവേർട്ട് സപ്ലൈസ്, അതായത് ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നമ്മൾ കൊടുക്കണം. കൂടാതെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിസീവ്ഡ് ഫ്രം IST, ആ കേസിൽ നമ്മളിവിടെ കൊടുക്കണം. അങ്ങനെ ഈ ഇൻപുട്ടിൻ്റെ കേസ് കാര്യങ്ങളാണ് ഈ കോളം പറയണത്. ഏത് ടേബിൾ 4A, ടേബിൾ 4 ആണ്, അല്ല ടേബിൾ 6 ആണ്. ടേബിൾ 6 ആണ് നമ്മളെ ഈ കോളത്തിൽ നമ്മൾ പറയണത്. അതായത്
നമ്മളെ ഇൻപുട്ട് ടാക്സും അതേപോലെ നമുക്ക് ഇൻപുട്ടായി കിട്ടിയ കാര്യങ്ങൾ മാത്രം ഇവിടെ IGST പ്രകാരം അതേപോലെ ഇൻപുട്ട് സർവീസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അതിലുള്ള കറക്റ്റ് കോളത്തിൽ പൂരിപ്പിക്കുക. അപ്പോൾ ഇൻപുട്ട് അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന കേസിൽ ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. ഇവിടെ നമുക്ക് വന്നിട്ട് ആകെ ഇൻപുട്ട് വന്നത് ഇൻവേർഡ് സപ്ലൈസ്, അതായത് നമ്മളെ പർച്ചേസിന് മേലെ വന്നതാണ്. അതായത് നിങ്ങളെ പർച്ചേസിന് മേലെ വന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കണം. അതായത് ലോക്കൽ പർച്ചേസ് ഓർ അതായത് ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ്. ഇതിവിടെ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ചെയ്യാനുള്ള കോളാണ്. ഇവിടെ ഇൻട്രസ്റ്റേറ്റ് പർച്ചേസ് ഇല്ലാത്തതുകൊണ്ടാണ് IGST വരാത്തത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇൻവേർഡ് സപ്ലൈസ് ഫോർ രജിസ്റ്റേർഡ് പേഴ്സണിൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല, അതായത് ഇൻപുട്ട് റിവേഴ്സ് ടാക്സ് അടച്ചിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. അതേപോലെ രജിസ്റ്റേർഡ് പേഴ്സണിൽ റിവേഴ്സ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക, IGST എത്രയുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ നമ്മുടെ ഇമ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ടേബിളാണ് എന്തായാലും. അപ്പോൾ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, സംഭവം ഇതൊക്കെ സിമ്പിളാണ്. വലിയ കാര്യങ്ങളൊക്കെ ഇതിലെല്ലാതൊന്നും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ പൂരിപ്പിച്ചാൽ മതി. ഇവിടെ എന്തായാലും നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ഈ ടോട്ടൽ നമ്മളെ ഇൻപുട്ട് ഇവിടെ ഈ ടോട്ടൽ ITC അവൈഡ് പറഞ്ഞുള്ള കോളത്തിൽ ഇവിടെ വരണം. കാരണം ഇവിടെ 0 ആവാതെ നോക്കണം എന്തായാലും. ഇവിടെ 0 ഒരിക്കലും ആവരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഇൻപുട്ട് നമ്മൾ ക്ലെയിം ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എത്രയാണോ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഇൻപുട്ട് അത് നമ്മളിവിടെ കൊടുക്കണം. ഇപ്പോൾ IGST കൂടി ഉള്ള ആൾക്കാരാണെങ്കിൽ IGST ഒക്കെ ഇവിടെ കൂടി വരും. അപ്പോൾ എത്ര ടോട്ടൽ നോക്കുമ്പോൾ നിങ്ങൾ ഇൻപുട്ട് എത്രയാണോ നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എത്ര IGST ഉണ്ട്, എത്ര CGST ഉണ്ട്, എത്ര SGST ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇവിടെ ടോട്ടൽ വരണം. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബാക്ക് ടു നമ്മൾ അടുത്ത കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് ITC റിവേഴ്സ്ഡ് ഇൻഎലിജിബിൾ. ഈ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ITCകൾ, അതായത് നമ്മളെ നമ്മളെ സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മളത് 180 ഡേയ്സിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സപ്ലയർക്ക് നമ്മളെ ഇൻപുട്ട് അതായത് ക്ലെയിം ചെയ്യുക, അതായത് റിവേഴ്സ് ചെയ്യുക. ആ കേസ് അതേപോലെ വേറെ എന്തെങ്കിലും നമ്മൾ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻപുട്ട് എന്തെങ്കിലും റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഏതായാലും സേവ് ചെയ്യാണ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി തരുന്നത്, അതായത് 180 ഡേയ്സിൻ്റെ ഉള്ളിൽ, അതായത് നിങ്ങളൊരു സാധനം വാങ്ങിയിട്ട് ആ 180 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സോ ഏത് ടാക്സ് ആയാലും അത് ആ ഡീലർക്ക് അത് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ നമ്മൾ ആ എമൗണ്ട് തന്നെ 15,550 വീണ്ടും ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോവാം. ഈ വീണ്ടും അടുത്ത കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അതർ ITC റിലേറ്റഡ് ഇൻഫർമേഷൻ. ഇവിടെ ഇത് നമ്മൾ ടേബിൾ 6 കൊടുത്ത കോളാണ്. നമ്മൾ ആ ടേബിൾ 6 കൊടുത്തതാണ് ഈ എമൗണ്ട്. ഇത് നമ്മളെ GSTR 2A പ്രകാരം ഇത് നമ്മൾ GSTR 2A പ്രകാരം, അതായത് നമ്മൾ ഡീലർ GSTR 1 ഫയൽ ചെയ്തപ്പോൾ വന്ന എമൗണ്ടാണ്. ഇത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വന്നതാണ്. അതായത് നമ്മൾ 3Bയിൽ ഫയൽ ചെയ്തല്ല, നമ്മളെ ഡീലേഴ്സ് ഫയൽ ചെയ്തതാണ്. നമ്മൾ 3Bയിൽ ഫയൽ ചെയ്തതാണ് 15,553. ഇവിടെ അത് 2 പൈസയുടെ മാറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമല്ല നമുക്കത്. അത് 2 പൈസ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ റൗണ്ട് ഓഫ് ആയി പോയിക്കോളും, അതുകൊണ്ട് പ്രശ്നമല്ല. പിന്നെ കൂടാതെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് DRC പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ടാക്സ് അടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ നമുക്കിത് അതായത് നമുക്ക് ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത പീരീഡ്, അതായത് ഒരു സ്പെസിഫൈ പീരീഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് അടുത്ത മാർച്ച്, അതായത് നമുക്ക് ഇപ്പോൾ ഈ 1/4/2018 to 31/3/2019 വരെ ഉള്ളിലുള്ള നമ്മളെ ഇൻപുട്ട് നമുക്ക് ഒരു 16,000 നമ്മളെ GSTR 2A പ്രകാരം ഉണ്ടെങ്കിൽ നമുക്കൊരു 15,000 നമ്മൾ എടുത്തിട്ടുള്ളെങ്കിൽ 1,000 നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതുവരെ, അതായത് 2019 സെപ്റ്റംബർ വരെ നമുക്ക് ഓപ്ഷൻ ഉണ്ടാകുന്നു. കാരണം നമുക്ക് ഈ 2020 ഓപ്ഷൻ അല്ല, 2019 വരെ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളം വളരെ ഈ കോളം അതേപോലെ നമ്മൾ ഇൻപുട്ട് എടുക്കണ കോളം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ലാപ്സായി ഒരിക്കലും പോകരുത് എമൗണ്ട്. അതായത് ലാപ്സായി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോളാണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് ഇവിടെ ഇത് GSTR 2A പ്രകാരം വന്ന എമൗണ്ടാണ്. ഇത് നമ്മൾ 3B പ്രകാരമാണ്. ഈ 3B പ്രകാരം നമ്മളൊരു ചെറിയ, അതായത് നമ്മൾ 15,000 പകരം നമ്മൾ 11,000 ആണ് ഇൻപുട്ട് നമ്മൾ അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 4,000 രൂപ നമ്മൾ ഇവിടെ കോളത്തിൽ ഫില്ല് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസത്തിൽ, അതായത് അടുത്ത വർഷം
അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ ഉള്ളിൽ നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ അല്ലാത്ത കേസിലാകുമ്പോൾ നമുക്ക് ലാപ്സായി പോകും ഈ എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കണത്. അതായത് നമുക്ക് ഈ ഒരു പീരീഡ് ഇവിടെ പറഞ്ഞു, സ്പെസിഫൈഡ് പീരീഡ് സെപ്റ്റംബർ വരെയാണ്. ഇനിയിപ്പോൾ അമെൻഡ് ചെയ്തെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോളം ശ്രദ്ധിക്കണം. എന്തായാലും ഇവിടെ ലാപ്സായി പോകാനൊന്നുമില്ല. കറക്റ്റ് നമ്മൾ 2 വന്നതിന് ഏകദേശം എല്ലാം 100% അതിനെടുത്തിട്ടുണ്ട്. ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളൂ, ഒരു 2 പൈസയുടെ മാറ്റമുള്ളത്. അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമുക്ക് എമൗണ്ട് കൊടുക്കാനുള്ളതാണ്. അതായത് നമ്മൾ ITC ഓൺ ഇൻവേർഡ് സപ്ലൈസ് അതർ ദാൻ ഇമ്പോർട്ടൻറ്റ് ഇൻവേർഡ് സപ്ലൈസ് ഹാവ് ടു റിവേഴ്സ് ചാർജ് ബട്ട് ഇൻക്ലൂഡ് സർവീസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ബട്ട് അവൈലഡ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ അപ് ടു സെസിഡ് പീരീഡ്. അതായത് ഇവിടെ നമ്മൾ ആ ഡിഫറൻസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതിവിടെ, അതായത് നിങ്ങൾ ആ വർഷം ഫയൽ ചെയ്തില്ല, അതായത് 2019 നിങ്ങൾ ആ ഇൻപുട്ട് അവിടെ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ലാപ്സായി പോകും. അപ്പോൾ ഇവിടെ നമുക്ക് ലാപ്സ് ആവാനൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കത് സേവ് ചെയ്ത് പോവാം. സംഭവം നമുക്ക് മനസ്സിലായി വിചാരിക്കണം. അതായത് നമ്മൾ GSTR 2A പ്രകാരമുള്ള ഇൻപുട്ട് നമ്മൾ 3Bയിൽ നമ്മൾ കുറച്ചാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻപുട്ട് നമ്മൾ ഈ മാർച്ചിന് ശേഷം, അതായത് ഈ പീരീഡ് 2019 മാർച്ചിന് ശേഷം 2019 മാർച്ചിന് ശേഷം സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ ആ ഇൻപുട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ എമൗണ്ട് ലാപ്സായി പോകും. അതിവിടെ ലാപ്സ് എമൗണ്ട് പറഞ്ഞിട്ട് ഇവിടെ ടോട്ടൽ എമൗണ്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ആ കേസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം അത് ക്യാരി ഫോർവേഡ് ആയിട്ട് പോകും. അപ്പം നമ്മളിവിടെ സേവ് ചെയ്യാണ്. നമ്മുടെ അടുത്ത കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് പെയ്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ കോളം നമ്മളെ 8 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ 9 ആണ് അടുത്ത്, ടേബിൾ 9 ആണ്. അപ്പോൾ നമ്മൾ അടുത്ത കോളത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം ടേബിൾ 9, നമ്മൾ ടാക്സ് എത്ര അടച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് നമ്മളെ സെയിൽസിൻ്റെ മേലെ എത്ര പേബിൾ ടാക്സ് ഉണ്ടാകുന്നു, അത് എത്ര അടച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേറ്റ് ഫീ ഒരു 1250 അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ അത് തിരുത്താനൊന്നുമില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾ ടോട്ടൽ സെയിൽസിൻ്റെ എത്ര ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, അതായത് ടോട്ടൽ ടേൺ ഓവറിൻ്റെ IGST ആയിട്ട് എത്ര അടച്ചിട്ടുണ്ട്, CGST ആയിട്ട് എത്ര അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പേബിൾ മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ടോട്ടൽ ടാക്സ് പേബിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഇതിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ഇവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക്. കാരണം അത് ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ലേറ്റ് ഫീ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. എന്തായാലും ഇത് ഓട്ടോ പോപ്പുലേറ്റ് വന്നാണ്, ഇത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് പോവാണ്. അതായത് നമ്മളിവിടെ കാണിച്ചത് പറഞ്ഞാൽ ടോട്ടൽ ടാക്സ് എത്ര, അതായത് നമ്മളൊരു പീരീഡിൽ എത്ര ടേൺ ഓവർ ഉണ്ട് അതിൻ്റെ ടോട്ടൽ ടാക്സ് ആണ്. ഓരോ മാസത്തെ അല്ല. അതായത് ഇപ്പോൾ ഒരു കോടി ടേൺ ഓവർ ആണെങ്കിൽ ഒരു കോടിൻ്റെ അതിൻ്റെ 9% അങ്ങനെ 18% അല്ലേ അടച്ച എമൗണ്ട് ആണ് ഇതിൽ വരുന്നത്. പിന്നെ കൂടാതെ നമുക്ക് മന്ത്ലി എന്തെങ്കിലും ലേറ്റ് ഫീ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസോളിഡേറ്റ് വാല്യൂ ആണ് ഇവിടെ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ 7,820 ആണ്. കാരണം നമ്മൾ ഇവിടെ നോക്കി നമുക്കറിയാം ഏകദേശം നമ്മളെ ടേൺ ഓവർ നോക്കിയാൽ അറിയാം. ഇവിടെ 3,900 അതിൻ്റെ 7,820 കറക്റ്റാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് എടുത്തിട്ടാണ്. അപ്പോൾ കറക്റ്റാണ്. അത് 3,900 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കിട്ടും. ഇവിടെ അത് 3,900 രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞുള്ള എമൗണ്ടാണ് അത് റൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ അടച്ചിട്ടുള്ളത്. അതിവിടെ വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പിന്നെ അപ്പോൾ നമ്മൾ അടുത്ത കോളത്തിലേക്ക് ഇനി പോകാൻ തോന്നി കഴിഞ്ഞാൽ 10, 11, 12, 13 ഇത് ഈ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 11, 12 per kilo of the transaction for the financial declared in return of the next financial year till the specific period. അതായത് നമ്മളെ അടുത്ത വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഈ കോളം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്തെങ്കിലും നമ്മൾ സപ്ലൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കറക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഫിനാൻഷ്യലിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടതാണ്. എന്തെങ്കിലും ടാക്സ് അതായത് നമ്മളെ ടേൺ ഓവർ കമ്മിയായി, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ടേൺ ഓവർ കമ്മി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ ഈ വർഷം കുറവുള്ള നമ്മൾ അടുത്ത ഫിനാൻഷ്യലിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. അതായത് നമ്മൾ 3Bയിലൊന്നും ഫയൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡെബിറ്റ് നോട്ട് അതേപോലെ ക്രെഡിറ്റ് നോട്ട് എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ള ടോട്ടൽ സപ്ലൈസ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ കാര്യങ്ങളെ അതായത് നമ്മളെ ടേൺ ഓവർ കറക്റ്റായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോളം നമുക്ക് ആവശ്യമില്ല. അതായത് നമ്മൾ കറക്റ്റായിട്ട് സെയിൽസും പർച്ചേസും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോളം ആവശ്യമില്ല. അതായത് ഈ കോളത്തിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആണ് കാര്യമായിട്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എന്തെങ്കിലും നമ്മൾ
ഫയൽ ചെയ്യാത്തത് ഈ ഫിനാൻഷ്യൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാനുള്ള ഒരു കോളങ്ങളാണിത്. അതേപോലെ ഇൻപുട്ട് ടാക്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോളം ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ സേവ് ചെയ്തു, നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത ഡിഫറൻസ് ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിക്ലറേഷൻ ടേബിൾ 11 ആണ്. ഡിഫറൻഷ്യൽ ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിക്ലറേഷൻ ടേബിൾ 10 അല്ല. അതൊക്കെ നമ്മുടെ ഈ കോളങ്ങളൊക്കെ നമ്മളെ പഴയ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതായത് നമ്മളെന്തെങ്കിലും ഈ ടേബിൾ 10ൽ എന്തെങ്കിലും ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആ കാര്യങ്ങളാണ്. അതായത് നമ്മളെ ഫിനാൻഷ്യറിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയപ്പോൾ അത് കഴിഞ്ഞ ഫിനാൻഷ്യറിൽ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് വരുമ്പോൾ ആ ടേൺ ഓവർ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡിമാൻഡ് ഓഫ് റീഫണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിമാൻഡ് റീഫണ്ട് ചെയ്യുക, ആ ഒരു കോളങ്ങളാണ്. ഇതൊന്നും വലുതായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നില്ല. കാര്യം നമ്മൾ മെയിനായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു കോളങ്ങളൊക്കെ നമുക്ക് ഒരു അതായത് ഒരു ഓപ്ഷണലാണ് കാര്യങ്ങൾ. ഓപ്ഷണലല്ല, ഈ കാര്യങ്ങൾ ആവശ്യമില്ല കാര്യങ്ങൾ. പിന്നെ കൂടാതെ തന്നെ പിന്നെ സപ്ലൈസ് റിസീവ്ഡ് കോമ്പോസിഷൻ, ആ കോമ്പോസിറ്റ് ഡീലർ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. അതായത് സപ്ലൈ റിസീവ്ഡ് ഇവിടെ കോമ്പോസിറ്റ് ടാക്സ് പ്രൈസ് ഡിമാൻഡ് സപ്ലൈ ജോബ് കുറിച്ച് അത് കോമ്പോസിറ്റ് ഡീലർ കയ്യിൽ നിന്ന് അവിടെ മാറുമ്പോഴുള്ള കേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പിന്നെ അതേപോലെ ഇനി അടുത്ത വരുന്ന HSN സമ്മറി ഔട്ട്വേർഡ്സ് ആണ്. ഇത് നിർബന്ധമല്ല, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായി കൊടുക്കുകയാണെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ഔട്ട്വേർഡ് സപ്ലൈ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ടോട്ടൽ ഇവിടെ നമുക്ക് GSR 1 എടുത്തിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ നോക്കുകയാണെങ്കിൽ അത് പീരീഡ് സെലക്ട് ചെയ്തിട്ട് കറക്റ്റായി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 8421 HSN കോഡ് നമുക്കിവിടെ അടിച്ചെടുക്കാം. 8421 HSN കോഡ് നമുക്കിവിടെ അടിച്ചെടുക്കാം. 8421. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി അത് അവിടെ വരുന്നത് നമ്മളത്ര യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി 4 നമ്പറാണ്. അപ്പോൾ NOS ആണ്. അപ്പോൾ NOS സെലക്ട് ചെയ്യുക. അപ്പോൾ NOS സെലക്ട് ചെയ്തതിന് ശേഷം എത്ര ക്വാണ്ടിറ്റിയാണ്? 4 ക്വാണ്ടിറ്റി. 4 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ടാക്സബിൾ വാല്യൂ 43 771 871.17 അത് സെലക്ട് ചെയ്യുക. റേറ്റ് ഓഫ് ടാക്സ് നമുക്ക് എത്ര? 18% വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 39.30 40 40 അവിടെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊടുക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് അല്ല, നമ്മൾ 39.4 39.4 അതായത് നമ്മളെ 3939.40 പൈസയാണ് നമ്മളെ ഇൻപുട്ട് അല്ല ഔട്ട്പുട്ട് ടാക്സ്. അപ്പോൾ നമ്മളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ടേൺ ഓവർ കറക്റ്റായി വരും. അതേപോലെ അതായത് നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടേൺ ഓവറും കാര്യങ്ങളൊക്കെ കറക്റ്റായി പോകും. അപ്പോൾ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് HSN സമ്മറിയിൽ. പിന്നെ കൂടാതെ ഇൻവേർഡ് സപ്ലൈയും കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നിർബന്ധമല്ല, ഈ രണ്ടും നിർബന്ധമല്ല എന്തായാലും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇനി ഫയൽ ചെയ്യാം കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഫയൽ ചെയ്യാം. അതപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ലാബിലിറ്റീസിൽ പോവാം. കമ്പ്യൂട്ട് ലാബിലിറ്റീസ് പോയി കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ GSR ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഫയൽ ചെയ്യാം. നമുക്ക് എന്തായാലും ഫയൽ ചെയ്യാം എന്തായാലും. അപ്പോൾ നമുക്ക് ഇവിടെ കമ്പ്യൂട്ട്
അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ലാബിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു 2 സെക്കൻഡ് ഉണ്ട്. ഇവിടെ റെഡി ടു ഫയൽ ലാസ്റ്റ് 31/12 നമ്മൾ റെഡി ടു ഫയലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രൊസീഡ് ടു ഫയൽ കൊടുക്കുക. പ്രൊസീഡ് ടു ഫയൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരും. നമുക്ക് ലേറ്റ് ഫീ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും ടോട്ടൽ എമൗണ്ട് വരും. ഇവിടെ നമുക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഹൈ ഹിയർ ബൈ കൊടുത്തിട്ട് നമ്മൾ ആരാണോ അതിൻ്റെ പ്രൊപ്പറേറ്റർ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പ്രിവ്യൂ ഡ്രാഫ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാര്യങ്ങൾ വരും. എന്നിട്ട് നമ്മൾ അവിടെ ഫയൽ GSR9 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രിവ്യൂ കൊടുക്കണം, എന്നാലേ ഈ ഇത് ആക്റ്റീവ് ആവുള്ളൂ കോളട്ടെ. പ്രിവ്യൂ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ആക്റ്റീവ് ആവണുള്ളൂ ഈ കോളം. അപ്പം നമ്മൾ ജസ്റ്റ് യു ആർ അബൌട്ട് എഗ്രി ടു ഓഫ്സെറ്റ് യുവർ ടാക്സ്. അപ്പം നമ്മൾ യെസ് കൊടുക്കുക. അപ്പം നമ്മളത് EVC വെച്ചിട്ടാണ്, നമ്മൾ ഡിജിറ്റൽ സൈനർ വെച്ചിട്ടാണ്. അത് ഡിജിറ്റൽ സൈനേച്ചർ ആർ ഗവൺമെന്റ് ബൈ ദ പ്രൊവിഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആൻഡ് റൂൾസ് മോഡ് ഓഫ് ഇലക്ട്രോണിക് യൂസ്. ആഫ്റ്റർ ഡിജിറ്റൽ സൈനേച്ചർ ഓർ എനി ഡോക്യുമെന്റ് ഹിയർ ഇൻ. അത് നമുക്ക് ഏത് ആണെങ്കിലും വെച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ EVC വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫയല്. അപ്പോൾ നമുക്കൊരു OTP ഇവിടെ വരും. അത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ GSR9 ഫയലായി. അപ്പം നമ്മൾ GSR9 നമ്മളെ ഫയലായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ GSR9 നമ്മൾ ഫയലായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഫയൽ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ GSR9 നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കാര്യങ്ങൾ. അതിൽ ഒരു വട്ടം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്താനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ചെയ്യാനോ കാര്യങ്ങളോ പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ അതിൽ കൊടുക്കുക ഡീറ്റെയിൽസ്. അതായത് നമ്മളത് ബേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റുമായിട്ടാണ്. അതായത് നമ്മൾ ആക്ച്വൽ ട്രാൻസാക്ഷൻ എന്താ ചെയ്ത് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം ഇതൊരു നോട്ടീസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മളെ എവിഡൻസും ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും GSR9 ഫയൽ ചെയ്യേണ്ട കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.